TV ന്യൂസിന്റെ ജനങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. 2026 ഇലക്ഷൻ സംജാതമായി. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലാണ്. 3 പേരും ബെസ്റ്റ് ഏറ്റവും ത്രികോണ മത്സരമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒന്ന് നമ്മുടെ GR അനിലാണ്, മുൻ മന്ത്രിയായിരുന്ന GR അനിലും തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ CPIയിൽ നിന്ന് വന്ന മീനാങ്കൽ കുമാറും ഗോകുൽ BJP സ്ഥാനാർത്ഥിയുമാണ് നമ്മുടെ നെടുമങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. എന്തായാലും 3 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. ആരായിരിക്കും ഇവിടെ വിജയിക്കാൻ സാധ്യതയെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളോട് നമുക്ക് ചോദിച്ചറിയാം. വലതുകാലം വെച്ചാണ് എല്ലാത്തിനും കയറുന്നത്. ഇദ്ദേഹം വലതുകാലം വെച്ച് മന്ത്രിസഭയിൽ കയറി അന്ന് മുതൽ ദുരിതമല്ലാതെ കേരളത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസയല്ലേ കൊടുത്ത്, സർക്കാരിന്റെ കടമയല്ലേ അത്? പിണറായി വിജയന്റെ കടമയല്ലേ, ഇത് സർക്കാരിന്റെ കടമയാണ്. അതായത് വയനാട് വീട് വെച്ച് കൊടുത്ത് സർക്കാരിന്റെ കടമയാണ്. കാരണം ജനങ്ങളിൽ നിന്ന് ഡൊണേഷനായിട്ട് സ്വീകരിച്ചതാണ്. തൊട്ടിരുന്നവൻ വരെ ഇങ്ങോട്ട് വന്നേക്കാണ്. ചിലപ്പോൾ അദ്ദേഹം അധികാര മോഹത്തിന് വേണ്ടിയാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ തരില്ല. കാരണം ഇവിടെ മോഹൻലാൽ ആരുണ്ട്? ഈ കസേരകൾ ആരും വിട്ടുകൊടുക്കുന്നില്ലല്ലോ. സ്ഥാപനം തുടങ്ങിയിട്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വന്ന് ഉദ്ഘാടനം ചെയ്തു തരും. മന്ത്രി എന്നുള്ള ഒരു ഹെഡ് വെയിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ പവറോ അങ്ങനത്തെ ഒന്നും കാണിക്കാതെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മെമ്പറെ സമീപിക്കുന്നതിൻ്റെ അതേ രീതിയിലാണ് മന്ത്രി സമീപിക്കുക. നമുക്ക് എപ്പോഴും വേണമെങ്കിൽ രവി ഇവിടെ ഒരു ഫാക്ടറി അല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിന്നില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പ്രശാന്ത് എന്ന് പറയുന്ന ഒരാളാണ് UDFന്റെ കാൻഡിഡേറ്റായിട്ട് വന്നത്. ഇപ്പോഴും മത്സരിക്കുന്നത് മീനാങ്കൽ കുമാർ എന്ന് പറയുന്ന CPIയിൽ നിന്ന് മാറിപ്പോയി കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് മത്സരിക്കുന്നു. പിന്നെ BJPയുടെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട്, ഗോകുൽ രാജ്. അവർക്കൊന്നും GR അനിലിന് വെല്ലുവിളി ഉയർത്താനുള്ള കപ്പാസിറ്റി ഉള്ളവരൊന്നുമല്ല. നെടുമങ്ങാട് മണ്ഡലത്തിലെ വോട്ടറാണോ? ആണ്. എന്തായാലും 3 പാർട്ടിക്കാരും അങ്ങനെ ഉടുപ്പും തച്ചിരിക്കുകയാണ്. ആരാണ് വരും എന്നുള്ള ഒരു അഭിപ്രായം എന്നെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരുമെന്ന് അങ്ങനെ തറപ്പിച്ച് പറയാൻ കാരണം ഇവിടുത്തെ അനുഭവങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. കാരണം എന്ത് കിട്ടിയാലും ഇപ്പോഴും അവർക്ക് ദാരിദ്ര്യമല്ലാതെ ഈ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. കടം വാങ്ങിച്ചാണ് പെൻഷൻ തരുന്നത്. ഒരാളിന് എന്തെങ്കിലും ഔദാര്യം ചെയ്യുമ്പോൾ ഇപ്പോഴും കടമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒരു ഗുണവും പിടിക്കാറില്ല. കണ്ടു നിറഞ്ഞ കടം വാങ്ങിക്കണം, ഉണ്ട് നിറഞ്ഞിരുന്നു ഉരുളച്ചോറ് വാങ്ങിക്കണം. ഇപ്പോഴും ഇതാ പണം കടമെടുത്താണ് ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. ഞാൻ 74 വയസ്സായ വ്യക്തിയാണ്. ഇതുവരെ ഒരു ഗവൺമെന്റ് കടം വാങ്ങിച്ചൊന്നും കേട്ടില്ല. ഈ ഗവൺമെന്റ് കടം വാങ്ങിച്ചാണ് പെൻഷൻ തരുന്നു പറഞ്ഞു. ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നത്, പത്രത്തിൽ വന്നതും അവർ പറഞ്ഞത് മാധ്യമങ്ങളിൽ, പിന്നെ മദ്യത്തിനും പെട്രോളിനും 1 രൂപ വീതം കൂട്ടി ഈ പണം നിങ്ങൾക്ക് പെൻഷൻ തരുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ച് ഇപ്പം അങ്ങനെ ഒരു സംസാരമേ ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഈ പണം? പിന്നെ എന്നിട്ട് കാണിക്കുകയാണ് ഞങ്ങളാണ് നോട്ട് കാണിക്കുന്നു. ഞങ്ങളെ കൊണ്ടെല്ലാം മറ്റാരെ കൊണ്ടും കഴിയില്ല. ഇവരില്ലായിരുന്നപ്പോൾ ഈ 10 വർഷം ഇവർ ഭരിക്കായിരുന്നു. കോൺഗ്രസ് ഭരിച്ചപ്പോൾ എവിടെയെല്ലാം ഉണ്ടായിരുന്നു. ഇതിപ്പം നാശത്തിന്റെ പക്കത്താണ്. അടുത്തൂടെ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളത്തെക്കാളും അപ്പുറമാവും കേരളം എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതായത് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ വേതനം, അതായത് നമ്മുടെ പെൻഷൻ 500 രൂപയല്ലേ ഉള്ളായിരുന്നു? 600 ഉള്ളായിരുന്നു. അതിപ്പോൾ 2000 ആക്കി. അന്നത്തെ അരിയുടെ വില ഇന്നത്തെ അരിയുടെ വ്യത്യാസമുണ്ട്. ഇന്ന് അരിയുടെ വില എത്രയാണ്, അന്ന് അരിയുടെ വില എത്രയായിരിക്കുന്നു? ഈ 2000 രൂപ എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹം തന്നില്ല എന്ന് പറയുന്നത്. ക്ഷേമനിധി പെൻഷൻ ഞങ്ങൾ 18 മാസം ക്ഷേമനിധി പെൻഷൻ കിട്ടാറുണ്ട്. ഒരു മാസം 1600 വെച്ച് 18 മാസം ഞങ്ങൾ 20 രൂപ ഞാൻ അടച്ചവനാണ്. 18 മാസത്തെ പൈസ കിട്ടാറുണ്ട്. അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. അത് പറയുന്നുമില്ല. ഒരു പൈസ പെൻഷൻ കുടിശ്ശികയില്ല എന്ന് പറയുന്നു. ഞങ്ങൾ മറ്റൊരു 18 മാസം 8 രൂപ ഞങ്ങൾ തന്നിരുന്നു. ഇവരെന്ത് തന്നിർത്തു? 18 മാസത്തെ ഇപ്പോഴും മെച്ചമുണ്ട്. ഇവരുടെ ക്ഷേമനിധിയുടെ പൈസ ഞങ്ങൾക്ക് കടം കിടക്കുകയാണ്. നിർമ്മാണ തൊഴിലാളി, ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ, അവരുടെ പണം ഞങ്ങൾക്ക് തരാനുണ്ട്. തരില്ല. വല്ലപ്പോഴൊക്കെ ഒരു മാസത്തെ പൈസ അയച്ചു തരും. പട്ടിക്ക് കടിക്കാൻ പറ്റുന്ന പട്ടിക്ക് ഒരു കൊടുത്ത് അങ്ങ് ഇടും പോലെ അങ്ങനെയാണ് തരുന്നത്. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പിണറായി വിജയൻ സാർ, അദ്ദേഹം എങ്ങനെയുണ്ട് നമ്മുടെ പ്രവർത്തനം? അദ്ദേഹം നമ്മൾ ഇതേപോലെ ഒരു മുഖ്യമന്ത്രി ഉണ്ട്. ഹിറ്റ്ലറാണ് അദ്ദേഹം. ഹിറ്റ്ലർ കടക്കു പുറത്ത്. അത് അവിടെ ഭാഷയെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിലെ പറഞ്ഞില്ല. നമ്മുടെ നാട്ടിൽ അവിടെ മാറിയിൽ കൂട്ട അങ്ങനെയല്ല ഇങ്ങനെ ലഘുഷയത്തായാലും പറഞ്ഞിട്ടില്ല. ആർക്കും ദർശിക്കാൻ കഴിയില്ല, ആർക്കും നോക്കാൻ കഴിയില്ല. ആ മന്ത്രി പോകുമ്പോൾ ഒരു ദിവസം ഇടിക്കാത്ത ഒരു ദിവസമില്ല. ആരെങ്കിലും 4 പേരെയും തട്ടിയിട്ടേ പോകുള്ളൂ. ഒരു മന്ത്രിക്ക് എത്ര എസ്കോർട്ട് വണ്ടിയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് എൻ്റെ അഭിപ്രായം. അല്ല, അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പല ഇന്റർവ്യൂകളും അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേ ഇതോട് പോകുന്ന ആളാണെന്നാണ്. അല്ല, അദ്ദേഹത്തിന് കാണും. അദ്ദേഹം അതേ സത്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ സത്യം പറഞ്ഞിട്ടില്ല. നാക്കെടുത്താൽ കള്ളനെ വന്നിട്ടുള്ളൂ. ഈ ഗവൺമെന്റ് വന്ന പോലെ ദാരിദ്ര്യം ഒരു ഗവൺമെന്റ് വന്നപ്പോൾ ഉണ്ടായിട്ടില്ല. വന്നപ്പോൾ അവർക്ക് നേട്ടം. ഒരാൾ വലതുകാലം വെച്ചാണ് എല്ലാത്തിനും കയറുന്നത്. ഇദ്ദേഹം വലതുകാലം വെച്ച് മന്ത്രിസഭയിൽ കയറി അന്ന് മുതൽ ദുരിതമല്ലാതെ കേരളത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല.
അതോടൊപ്പം തന്നെ നമ്മുടെ വയനാട് അറിയാമല്ലോ, നിരവധി വിഷയങ്ങളുണ്ടായ സ്ഥലമാണ്. ആ സ്ഥലത്ത് അദ്ദേഹം ഇപ്പോൾ ഒരു 180ഓളം ആൾക്കാർക്ക് വീടൊക്കെ വെച്ച് കൊടുത്തല്ലോ. അത് ജനങ്ങൾ കൊടുത്ത പൈസയ്ക്ക് അദ്ദേഹം മേടിച്ചു. അദ്ദേഹത്തിന്റെ വീട് കുഴപ്പമൊന്നും വീട്ടുണ്ടെന്നല്ല, ജനങ്ങൾ കൊടുത്ത പൈസയല്ലേ ഇത്? ജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസയല്ലേ കൊടുത്ത്? അത് സർക്കാരിന്റെ കടമയല്ലേ? അത് പിണറായി വിജയന്റെ കടമയല്ലേ? ഇത് സർക്കാരിന്റെ കടമയാണ്. അതായത് വയനാട് വീട് വെച്ച് കൊടുത്ത് സർക്കാരിന്റെ കടമയാണ്. കാരണം ജനങ്ങളിൽ നിന്ന് ഡൊണേഷനായിട്ട് സ്വീകരിച്ചതാണ്. എന്തായാലും ഈ ഒരു നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായും. അതേപോലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നേരത്തെ CPIയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ CPM നമ്മൾ പാർട്ടികളെല്ലാം അങ്ങോട്ടും പരസ്പരം മാറി വരെ തന്നെ, അതിലൊരു വ്യത്യാസമൊന്നുമില്ല. ഇവിടുത്തെ വലിയ പിന്നെ തായ്വേര് വരെ മാറി ഇങ്ങോട്ട് വന്നൊക്കെയാണ്. മുഖ്യമന്ത്രിയുടെ തൊട്ടിരുന്നവൻ വരെ ഇങ്ങോട്ട് വന്നൊക്കെയാണ്. ചിലപ്പോൾ അദ്ദേഹം അധികാര മോഹത്തിന് വേണ്ടിയാണ് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ തരില്ല. കാരണം ഇവിടെ മോഹൻലാൽ ആരുണ്ട്? ഈ കസേരകൾ ആരും വിട്ടുകൊടുക്കുന്നില്ലല്ലോ. പിണറായി വിജയൻ 85 വയസ്സും കണ്ടായില്ലേ? മാറണ്ടേ? അധികാരമോഹം അല്ലെങ്കിൽ അങ്ങേർക്ക് മാറണ്ടായിരുന്നു. അദ്ദേഹം മാറണമായിരുന്നു. ഇത് എത്ര നല്ല ആൾക്കാർ കിടക്കുന്നു, അങ്ങേർക്ക് അധികാരമാർക്കോ ഇല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഇപ്പോൾ കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൂടുതലായിട്ട് നമുക്ക് അറിയിട്ടില്ല. ഇല്ല. ഇപ്പൊ ഒരു വർഷമായി ഇങ്ങോട്ട് CPI ഇങ്ങോട്ട് കോൺഗ്രസിൽ വന്നതായിട്ട് അറിയാം. ഇന്ന് സംസാരിക്കുന്നത് കേട്ടു. അല്ലാതെ അതേക്കുറിച്ച് കൂടുതൽ ഇദ്ദേഹത്തിനെ കുറിച്ച് പേരൊന്നും കേട്ടിട്ടില്ല. CPIയിലായിരുന്നത് നല്ലൊരു വ്യക്തിയായിരുന്നെന്ന് പറയുന്നു. അതേ നമുക്ക് അറിയാവൂ. നമുക്ക് പ്രസ്ഥാനമാണ് വലുത്. നമ്മൾ പ്രസ്ഥാനത്തിൽ ചെയ്യും. പ്രസ്ഥാനമാണ് ആവശ്യം. പ്രസ്ഥാനം ഏത് ആളെ നിർത്തിയാലും അവർക്ക് അതായത് പ്രസ്ഥാനം, കോൺഗ്രസ് പ്രസ്ഥാനം ആരെ നിർത്തിയാലും നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യും. അതാണ് വോട്ട് ചെയ്യണം. അല്ലെ പിന്നെ എന്തിനു പാർട്ടി നിർത്തുന്നവര്? നെടുമങ്ങാട് മണ്ഡലത്തിലെ വോട്ടറാണല്ലോ. എന്തായാലും 3 പാർട്ടിക്കാർ ഉടുപ്പും തയ്ച്ചങ്ങനെ ഇരിക്കുക. ആര് ജയിക്കും എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കുമെന്നാണ്? GR അനിൽ ജയിക്കും. വൻ ഭൂരിപക്ഷം. കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടിയേക്കാൾ വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം അപ്പൊ അങ്ങനെ തറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം സഖാവ് GR അനിലിന് 23,000-ൽ പര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് അതൊരു പുതുമുഖമായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം നെടുമങ്ങാട് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അത് നമുക്ക് കൺമുമ്പിൽ തന്നെ കാണാം. ഈ റോഡ് വരെ BMC അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. നമ്മുടെ ഈ സമീപ പ്രദേശത്തുള്ള PWD റോഡുകളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി കോടിക്കണക്കിന് രൂപ ചെലവാക്കി നവീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അംഗനവാടികൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, താലൂക്ക് ആശുപത്രി, ഇതെല്ലാം വലിയ നല്ല കെട്ടിടങ്ങൾ പണിയുകയും അവിടെ മരുന്നും ഡോക്ടർമാരുടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി പാവപ്പെട്ട ആളുകൾക്ക് യഥേഷ്ടം ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. ഓരോ വാർഡ്, അതായത് പഞ്ചായത്ത് വാർഡുകളെടുത്താൽ ഈ വാർഡ്, ഞങ്ങളിപ്പം നിൽക്കുന്ന വാർഡിൽ തന്നെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് 3 റോഡുകൾക്ക് തന്നത്. പിന്നെ ഹൈമാസ് ലൈറ്റുകൾ, ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കണം. നാട്ടുകാർ കാണുന്നതാണ്, വെറുതെ ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് പറയണതല്ല. ആ രീതിയിൽ നോക്കുമ്പോൾ GR അനിലിന് ഒരു വെല്ലുവിളി ഉയർത്താൻ ഇവിടെ എതിർ സ്ഥാനാർത്ഥികൾക്ക് കഴിയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മുടെ പാലോട് രവി ഓൾറെഡി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ കൂടെ കുറച്ചുകൂടെ ഭൂരിപക്ഷം കിട്ടാൻ ചാൻസ് ഇല്ലേ? പാലോട് രവി ഇവിടെ ഒരു ഫാക്ടറി അല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിന്നില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പ്രശാന്ത് എന്ന് പറയുന്ന ഒരാളാണ് UDFന്റെ കാൻഡിഡേറ്റായിട്ട് വന്നത്. ഇപ്പോഴും മത്സരിക്കുന്നത് മീനാങ്കൽ കുമാർ എന്ന് പറയുന്ന CPIയിൽ നിന്ന് മാറിപ്പോയി കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് മത്സരിക്കുന്നു. പിന്നെ BJPയുടെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട്, ഗോകുൽ രാജ്. അവർക്കൊന്നും GR അനിലിന് വെല്ലുവിളി ഉയർത്താനുള്ള കപ്പാസിറ്റി ഉള്ളവരൊന്നുമല്ല. ഇത് GR അനിൽ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഓരോ വീട്ടിലെ അംഗത്തെ പോലെയാണ് ഇപ്പം പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട്. ഇതുവരെ ഈ നെടുമങ്ങാട് മണ്ഡലത്തിൽ എത്രയോ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ എത്രയോ വലിയ പെർഫോമൻസും ഓരോ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കഴിഞ്ഞ പ്രാവശ്യം 5 വർഷക്കാലം GR അനിൽ പ്രവർത്തിച്ചത്. ഒരു ഫോൺ കോൾ മതി, GR അനിലിൻ്റെ അടുത്ത് ഒരു ഫോൺ കോൾ മതി, എന്താണെന്ന് തിരക്കി അവിടേക്ക് പാഞ്ഞെത്തുന്ന ഒരു ജനകീയനായ ജനപ്രതിനിധിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വോട്ട് നമ്മളാരും പറയണ്ട, ജനങ്ങൾ തനിയെ വന്ന് വോട്ട് ചെയ്യും. പിന്നെ രാഷ്ട്രീയ വിരോധമുള്ളവരുള്ള ഒരു എതിർ രാഷ്ട്രീയം മാത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വോട്ട് മാത്രമേ എതിർ കക്ഷികളുള്ളൂ. പബ്ലിക്കിൻ്റെ ഒരു വോട്ടും കിട്ടാൻ ഞങ്ങളുടെ കണക്കൂട്ടലിൽ ചാൻസ്.
എന്നാലും കഴിഞ്ഞ വർഷത്തേക്കാളും ഭൂരിപക്ഷം കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, ഭൂരിപക്ഷം കിട്ടണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതുമുഖം വന്നു മത്സരിച്ചപ്പോഴുണ്ട ഫാക്ടർ അല്ല ഇപ്പം നിലനിൽക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം ഇവിടെ പ്രവർത്തിച്ച പരിചയം ആളുകൾ അതിനെ വിലയിരുത്തി വോട്ടിച്ചു. അപ്പം അതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് സാധാരണ ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ വോട്ടർമാരാണ് നമുക്ക് മനസ്സിലാവും. എന്നാലും നമ്മുടെ കേരളത്തിലെ പൊതുവെയുള്ള കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ വീണ്ടും LDF സർക്കാർ വരുമെന്ന് ഈ ഇന്നലെ വരെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം അനുസരിച്ച് LDF അല്ലാതെ വേറെ ആരും വരാൻ ചാൻസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 10 പവർ കട്ടില്ല, ആശുപത്രികളെല്ലാം നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വന്നു, റോഡുകൾ, പാലങ്ങൾ, പെൻഷൻ, ഇപ്പം വനിതകൾക്ക് 1000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചു, വിദ്യാർത്ഥികൾക്കും പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് പെൻഷൻ പ്രഖ്യാപിച്ചു. ഇതെല്ലാം ആളുകളുടെ ഇടയിൽ കിട്ടുന്ന ഒരു സാധനമാണ്, അല്ലാതെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇടതുപക്ഷം തന്നെയാണ് മൂന്നാമതും വരാൻ 99% ചാൻസ്. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പലരും മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാ? അതിപ്പോൾ LDF നിന്ന് UDF പോയാലും UDF നിന്ന് LDF വന്നാലും അല്ലാതെ BJP പോയാലും ഇവരൊന്നും ഈ നാട് നന്നാക്കാൻ പോണവരല്ല, അവരുടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ പോകുന്നതാണ്. അവരെ ഈ പ്രഭുത്വ കേരളം അങ്ങനെ തന്നെ കാണും. അതിപ്പം ഈ ഇവരെ കുറച്ച് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ ഒരാളിനല്ലേ ഏത് പാർട്ടിക്കായിരുന്നാലും സീറ്റ് കൊടുക്കാൻ പറ്റും, എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും. അല്ലാതെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ രാജ്യം നശിച്ചു പോകും എന്ന് പറയുന്നതിനോട് ജനങ്ങളെ യോജിക്കില്ല. അതോടൊപ്പം തന്നെ CPI സ്ഥാനാർത്ഥിയാണല്ലോ, അതുകൊണ്ട് CPM പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും അതോട് ഒരു വിരോധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? CPIയെക്കാളും ഫാക്ടറായിട്ട് നിൽക്കുന്ന CPM-കാരാണ്. CPM-കാരാണ് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നത്. ഈ മണ്ഡലത്തിൽ CPI ഒരു ഫാക്ടറാണ്, കുറച്ച് ആളുകളുണ്ട്. പക്ഷെ എവിടെ നോക്കിയാലും CPM-ന്റെ പ്രവർത്തകരാണ് ഈ GR അനിലിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവിടെ CPI CPM ഒന്നുമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കും. എന്തായാലും താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത് എന്താണ്? നമ്മുടെ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ GR അനിൽ എന്ന് പറയുന്ന മന്ത്രിയെ തന്നെ എല്ലാ പേർക്കും അറിയാമെന്നുള്ളതാണ്. കാരണം നമ്മളൊരു ചെറിയൊരു സ്ഥാപനം തുടങ്ങിയിട്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വന്ന് ഉദ്ഘാടനം ചെയ്തു തരും. മന്ത്രി എന്നുള്ള ഒരു ഹെഡ് വെയിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ പവറോ അങ്ങനത്തെ ഒന്നും കാണിക്കാതെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മെമ്പറെ സമീപിക്കുന്നതിൻ്റെ അതേ രീതിയിലാണ് മന്ത്രി സമീപിക്കുക നമുക്ക് എപ്പോഴും വേണമെങ്കിലും. അപ്പോൾ ആ ഒരു ജനകീയനായിട്ടുള്ള ഒരാളിന് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് യാതൊരു ഇതുമില്ല. കാരണം ജനങ്ങൾക്ക് അങ്ങേരിനി MLA ആയിട്ട് വീണ്ടും വരണമെന്നാണ് ഇവിടെ ഈ നെടുമങ്ങാട് മണ്ഡലത്തിലുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണെങ്കിൽ ഇപ്പോൾ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് പോകും. അത്രയും വികസന പ്രവർത്തനവും ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു ജനകീയനായിട്ടുള്ള MLA ആയി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും ജനകീയ സപ്പോർട്ട് കിട്ടുന്നത്. അതിന് വേറെ എതിർ പാർട്ടികൾക്ക് ആർക്കും അതിന് പകരം വയ്ക്കാൻ GR അനിലിന് പകരം വയ്ക്കാൻ ഈ മണ്ഡലത്തിലില്ല. ഇപ്പം തന്നെ പാലോട് രവി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ മാറിയതും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവുകൊണ്ടായിരിക്കാം അല്ലേ? അങ്ങനെ ആയിരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ പാലോട് രവി ചെയ്തതിനേക്കാളും MLA ആയിട്ടിരുന്ന സമയത്ത് ചെയ്തതിനേക്കാളും കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇദ്ദേഹം അതിനും വലിയ കാര്യങ്ങളാണ് ചെയ്തത്. കാരണം നമ്മളെ നെടുമങ്ങാട് ആശുപത്രികൾ തന്നെ, അവിടുത്തെ ഫയർ സ്റ്റേഷൻ, ഒരുപാട് ഇപ്പം വഴയല മുതൽ പേരക്കുട മുതൽ വഴയല നെടുമങ്ങാട് പഴകുറ്റി വരെ 4 വരിപ്പാത വരുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രവർത്തനം, ഇവിടെ റവന്യൂ ടവർ, നമ്മളെ പള്ളികള വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ 5 വർഷം കൊണ്ട് GR അനിൽ ചെയ്തതാണ് ഏറ്റവും ഇത്രയും കാലം ചെയ്ത MLA-ക്കാളും പാലോട് രവിയെക്കാളും ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് വേറെ നെഗറ്റീവായിട്ട് ഒന്നും സംഭവിക്കാനുമില്ല, ഒരു ഇതുമില്ല. 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ചിരിക്കും. കഴിഞ്ഞേക്കാളും ഇരട്ടി ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. അതെ, ഇരട്ടി ഭൂരിപക്ഷം കിട്ടി ജയിക്കുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അപ്പോൾ നെടുമങ്ങാട് മണ്ഡലത്തിൽ അത് കണക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയല്ലേ? അതേ കണക്കിനുള്ള വികസന പ്രവർത്തനങ്ങൾ നെടുമങ്ങാട് മണ്ഡലത്തിന് വേണ്ടി നടത്തി. ഏത് മുക്കിന് മൂലയിൽ എവിടെ ചെന്നാലും മന്ത്രിയുടെ പേരിലുള്ള ഒരു വികസന പ്രവർത്തനം കറക്റ്റാണ് ഉണ്ടായിരിക്കുന്നതാണ്, എല്ലാ വാർഡുകളിലും എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് അതിലിനി ഇവിടെ മന്ത്രിയെ കുറിച്ചുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമോ ഒരു കാര്യമോ ഈ മണ്ഡലത്തിലില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ത്രികോണ മത്സരം എന്ന് അങ്ങനെയൊന്നും പറയാൻ ഒന്നുമില്ല ഇവിടെ. അങ്ങ് ത്രികോണ മത്സരമേ ഇല്ല ഇവിടെ ത്രികോണ മത്സരമേ ഇല്ല. നമുക്ക് വെല്ലുവിളി ഉയർത്താൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയോ ഒരു മുന്നണിയോ ഈ മണ്ഡലത്തിലില്ല. നെടുമങ്ങാട് മണ്ഡലത്തിലെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ
ഏത് സ്ഥാനാർത്ഥി ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ ചോദ്യം. എന്തായാലും GR അനിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. അതോടൊപ്പം കോൺഗ്രസ് പാർട്ടിക്കാരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആരായിരുന്നാലും ഞങ്ങൾക്ക് വിഷയമില്ല, ഞങ്ങൾ പാർട്ടി നോക്കി വോട്ട് ചെയ്യുമെന്നാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നേരിൽ കണ്ട് അറിയാം. മറ്റൊരു ജനങ്ങളിലൂടെ എന്ന പ്രോഗ്രാമുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.